യുഡിഎഫിന്റെ പുതുയുഗയാത്രയ്ക്ക് കുമ്പളയിൽ പ്രൗഢമായ തുടക്കം. ജാഥാ നായകൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് പതാക കൈമാറിക്കൊണ്ട് എ.ഐ.സി.സി. സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി ജാഥ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി ജനം വീർപ്പുമുട്ടലിലാണെന്നും ഇത്രയും വലിയൊരു സർക്കാർ വിരുദ്ധ വികാരം മുമ്പുണ്ടായിട്ടില്ലെന്നും എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന യുഡിഎഫിന്റെ പുതുയുഗയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് കുമ്പളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 കൊല്ലമായിട്ട് ഭരിക്കുന്നവർ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയുന്നവർ, എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നവർ ആദ്യം കൊടുക്കേണ്ട മറുപടി ഈ നൈരാശ്യത പൂണ്ടു നിൽക്കുന്ന യുവതലമുറയോടാണ് എന്നുള്ള കാര്യം ആധികാരികമായി പറയുന്നു. അതുകൊണ്ട് ഈ യാത്ര കേവലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് സമ്മാനിച്ച ദുരിതങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും പറയാൻ വേണ്ടിയുള്ള യാത്ര മാത്രമായിരിക്കില്ല. ഈ യാത്ര മാറുന്ന കാലത്തിനനുസരിച്ച് കേരളം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യമായിട്ടുള്ള തീരുമാനവുമായി ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനങ്ങളുടെ യാത്ര കൂടിയായിരിക്കും എന്ന് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം പൊറുതിമുട്ടിയിരിക്കുന്ന കാലത്തേക്കാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം വരുന്നത്. ക്ഷേമ പെൻഷൻ നിലനിർത്താൻ യുഡിഎഫ് പ്രതിജ്ഞാബദ്ധമാണെന്നും മറിച്ച് യുഡിഎഫ് ക്ഷേമ പെൻഷൻ നിർത്തുമെന്നത് തെറ്റായ പ്രചാരണമാണെന്നും പറഞ്ഞ കെ.സി. വേണുഗോപാൽ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ എന്നും ഇങ്ങനെയുള്ള നടക്കാത്ത കാര്യങ്ങൾ നടപ്പാക്കിയ സർക്കാരാണ് LDF-ന്റേതെന്നും പരിഹസിച്ചു. സെമിഫൈനൽ ജയിച്ച യുഡിഎഫ് കപ്പും കൊണ്ടേ പോകുമെന്ന് ജാഥയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഇതിന് മുമ്പിലൊരു ജാഥാണ് പോയിരുന്നു. കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരാണ്. യാത്രയിലൊക്കെ കണ്ടതാണ്. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അവര് അനുഭവിക്കുന്നു. LDF-ന്റെ ജാഥയെ സ്വീകരിക്കാൻ അതിഥി തൊഴിലാളികൾ മാത്രമാണുള്ളതെന്നും കുഞ്ഞാലിക്കുട്ടി പരിഹാസരൂപേണ പറഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുന്നണി ഏകോപന സമിതി കൺവീനർ അടൂർ പ്രകാശ്, ഘടകകക്ഷി നേതാക്കളായ ഷിബു ബേബി ജോൺ, ദേവരാജൻ, CP ജോൺ, അനൂപ് ജേക്കബ്, മറ്റ് നേതാക്കളായ കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹന്നാൻ, MM ഹസൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. 10 വർഷത്തെ ഇടതുഭരണത്തിന് ബദലായി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പുതുയുഗയാത്ര നയിക്കുന്നത്. ഓരോ ജില്ലയിലെയും ജനകീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും വിധമാണ് ജാഥയുടെ ക്രമീകരണം. പൗരപ്രമുഖർ എന്ന പരിഗണനയ്ക്കപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളുമായും ആശയവിനിമയം നടത്തും. 9.5 വർഷത്തെ ഭരണത്തിൽ വിവിധ മേഖലകളിലുണ്ടായ പരാജയങ്ങൾ അക്കമിട്ട് നിരത്തുന്ന കുറ്റപത്രം ജനകീയ വിചാരണയായി അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിനെതിരായ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളെ ജനകീയ വികാരമാക്കി മാറ്റുകയാണ് പുതുയുഗ ജാഥയിലൂടെ UDF ലക്ഷ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.